വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ഡെമോക്രസി മീനിങ് ആൻഡ് സ്കോപ്പ് എന്ന 9ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് പറ്റിയൊരു സമയമാണ് അല്ലേ, നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഉറപ്പായിട്ട് സ്ഥാനാർത്ഥിമാർ എന്ത് വരുന്നുണ്ടാവും. നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ അല്ലെങ്കിൽ സഹോദരന്മാരെയൊക്കെ കണ്ടിട്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ വോട്ടിംഗ് എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ ഒരു സംഭവമായിരിക്കും അല്ലേ, എലക്ഷൻ. അന്നാണ് നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു ദിവസമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ. കാരണം അന്ന് നമ്മളടുത്ത് വലിയ സ്നേഹമായിരിക്കും, എല്ലാ പാർട്ടിക്കാരും നമ്മളടുത്ത് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുള്ളൂ അല്ലേ. വോട്ട് ചെയ്യാൻ പോയി നിൽക്കുമ്പോഴത്തേക്കും ചിരിക്കുന്നു, കാണുമ്പോൾ എന്താ സ്നേഹം. അപ്പോൾ ജനങ്ങൾക്ക് ആധിപത്യം കിട്ടുക, അതിനെയാണല്ലോ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിൻ്റെ എന്തോ ആയിക്കോട്ടെ, നമ്മളെ ആര് ഭരിക്കണമെന്ന് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയ, അതിലൂടെ വരുന്ന നേതാക്കന്മാർ നമ്മളെ ഭരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കി വയ്ക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു സിമ്പിൾ സംഭവം അല്ല ഡെമോക്രസി എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് വെറുതെ ഇലക്ഷനിലൂടെ ഒരാളങ്ങ് ജയിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് അവിടെ ഡെമോക്രസി ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇലക്ഷനിലൂടെ ജയിച്ചു വന്ന ഈ പറയുന്ന ഡിക്റ്റേറ്റർമാർ അല്ലെങ്കിൽ സ്വേച്ഛാധിപതിമാരും നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ വിദേശത്തുമൊക്കെ ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതിലെന്തൊക്കെ കാര്യങ്ങൾ വരും, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം വാട്സാപ്പ് ചാനലുകളിലും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഡെമോക്രസി? ഇവിടെ കുട്ടികൾ പറയുന്നത് ശ്രദ്ധിച്ച്, 18 വയസ്സ് കഴിഞ്ഞ ഇന്ത്യയിലെ ഏതൊരു പൗരനും എന്ത് ചെയ്യാം, ഈ പറയുന്ന വോട്ടിങ്ങിലൂടെ ഇലക്ഷനിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ് അല്ലേ, ദ കോമൺ പെർസെപ്ഷൻ ഓഫ് ഡെമോക്രസി ഈസ് ദാറ്റ് ഇറ്റ് ഇൻവോൾവ് എലക്ഷൻസ് ആൻഡ് ഇലക്റ്റഡ് ഗവൺമെൻറ്. പക്ഷേ ഓക്കെ, അത് മാത്രമല്ല. കാരണം എന്താണ്, ഇലക്ഷനിലൂടെ തന്നെ ഡിക്റ്റേറ്റർമാർ നമ്മുടെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വെറുതെ ഇലക്ഷനിലൂടെ വരുന്നൊരു കാര്യം മാത്രമല്ല. അപ്പം പിന്നെ എന്താ ഡെമോക്രസി? അപ്പോൾ ഡെമോക്രസി എവിടെ നിന്നാണ് വന്നത്, നമുക്കതിന് ചരിത്രത്തിലോട്ട് പോകാം. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അധികാരി, ഈ അധികാരിയെ ജനങ്ങൾ ഡയറക്റ്റായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഡെമോക്രസി എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് നോട്ട് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ബട്ട് ഓൾസോ എ വാല്യൂ. ഇറ്റ് ഈസ് ബിൽഡ് ഓൺ ദ ഫൗണ്ടേഷൻ ഓഫ് ഐഡിയാസ് ലൈക്ക് ലിബർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ് ആൻഡ് റൈറ്റ്സ്. എന്താ സംഭവം, വലിയ വാക്കൊക്കെ ആണെങ്കിലും അർത്ഥം സിമ്പിളാണ് കേട്ടോ. ലിബർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, സ്വാതന്ത്ര്യം. ഇക്വാലിറ്റി എന്ന് വെച്ചാൽ സമത്വം. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി. അതായത് എല്ലാവർക്കും സ്വാതന്ത്ര്യവും എല്ലാവർക്കും തുല്യതയും എല്ലാവർക്കും നീതിയും ലഭിക്കുന്ന, എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ ലഭിക്കുന്ന ഒരു ഫോം ഓഫ് ഗവൺമെൻറ് ആണ് സത്യത്തിൽ എന്തെന്ന് പറയുന്നത്, ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ മാത്രം പോരാ, ഈ പറയുന്ന ക്വാളിറ്റികളും അവിടെ എന്ത് ചെയ്യണം, ഉണ്ടാകണം. ഓക്കെ, The democracy consists of government that respect these values and do not intrude upon them. അല്ലെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതും അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തതുമായിരിക്കണം ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഗവൺമെൻറ് അല്ലാത്ത പരിപാടിയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ അല്ലാതെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നമുക്ക് എല്ലാ രാജ്യങ്ങൾക്കും വ്യക്തമായൊരു നിയമ സംവിധാനം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിയേ ഒരു ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഭരിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് വിളിക്കാം. അപ്പോൾ എന്താ സംഭവം, ഇത്രയേ ഉള്ളൂ. ഇലക്ഷനിലൂടെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ കയറി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും കാണിക്കാനൊന്നും പറ്റത്തില്ല. ഒരു രാജ്യത്ത് ഒരു ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ആ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് അല്ലാത്ത രീതിയിൽ ഭരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോയിട്ട് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ വാർത്തയിലൊക്കെ കാണുന്നുണ്ടാവും, സർക്കാരിനെതിരെ കേസ് കൊടുത്ത ജനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. സർക്കാരിനെതിരെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കേസ് കൊടുക്കാം, സർക്കാർ നിയമം തെറ്റിച്ചാൽ. അപ്പോൾ നിയമത്തിൽ നിന്നുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുകൊണ്ട് ലിബർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ്, റൈറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ജനങ്ങളാൽ തിരഞ്ഞെടുത്ത് ജനങ്ങളെ ഭരിക്കുന്ന ഒന്നാണ് സിമ്പിളായിട്ട് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഡെമോക്രസി? ഇറ്റ് ഈസ് എ സിസ്റ്റം വെയർ പീപ്പിൾ ചൂസ് ദെയർ ലീഡേഴ്സ് ത്രൂ വോട്ടിംഗ്. വോട്ടിങ്ങിലൂടെ ജനങ്ങൾ അവരുടെ അധികാരിയെ കണ്ടെത്തുന്നു. ആൻഡ് എവ്രി വൺ ഈസ് ട്രീറ്റഡ് ഈക്വലി ആൻഡ് ഫെയർലി. അവരെല്ലാവരെയും എന്ത് ചെയ്യണം, തുല്യരായിട്ട് കാണണം. ഫ്രീഡം, അതായത് ലിബർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ്, ലിബർട്ടി പോലെയുള്ള, ഫ്രീഡത്തിൽ ഒന്നുകൂടി വന്നേ ഉള്ളൂ കേട്ടോ, ഇതുപോലെയുള്ള പോയിന്റുകൾ, അവകാശങ്ങൾ, ഇതൊക്കെ ഗവൺമെൻറ് എന്ത് കൊടുക്കണം, ബഹുമാനം, റെസ്പെക്റ്റ് കൊടുക്കണം. ഇനി ദ കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് റൂൾസ് ടു മേക്ക് ഷുവർ the government does not misuse its powers and protect the rights of the citizen. അല്ലേ,
ഈ പറയുന്ന കിട്ടുന്ന ശക്തി, കിട്ടുന്ന പവറുകൾ ഗവൺമെന്റിലെ ഈ പറയുന്ന മന്ത്രിമാർ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് പുറകിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡെമോക്രസിയെ വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നും വിളിക്കാം. എന്ത് വിളിക്കാം? കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നും വിളിക്കാം. അതായത് പണ്ട് രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. രാജാവിന് ഇഷ്ടമുള്ള രാജാവ് ചെയ്യും. പക്ഷെ ഡെമോക്രസിയിൽ നമ്മൾ രാജാവിനെ പോലെ അധികാരങ്ങളുള്ള ഒരാളെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞയക്കും എന്നും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം മാറിയാലും നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റിറ്റ്യൂഷൻ വഴി അയാളെ താഴെ ഇറക്കാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഡെമോക്രസി എങ്ങനെയാണ് വളർന്നു വന്നത്? എന്തൊക്കെയാണ് ഡെമോക്രസിയുടെ ഫീച്ചേഴ്സ്? അപ്പോൾ ഡെമോക്രസിയുടെ തുടക്കം വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഗ്രീസിൽ നിന്നാണ്. പഴയ ഒരു രാജ്യമാണ് ഗ്രീസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഗ്രീസ്, അവിടെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഏതൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പണ്ട് മുതലേ തീരുമാനങ്ങൾ എടുക്കുന്നത് ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു ചേർത്തിട്ടാണ്. ഓക്കെ. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്ന വാക്ക് വന്നത് തന്നെ അവരുടെ ഭാഷയിൽ നിന്നാണ്. അതായത് ഡെമോസ് ആൻഡ് ക്രാറ്റോസ് എന്ന് പറയുന്ന രണ്ട് വാക്ക് ഗ്രീക്ക് വാക്കുകളാണ്. അതിൽ ഡെമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പീപ്പിൾ എന്നും ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ പവറാണ്. അപ്പോൾ എന്താ? ജനങ്ങൾക്ക് അധികാരം, പീപ്പിളിന് പവർ കൊടുക്കുന്നു. അപ്പോൾ അതാണ് ഡെമോക്രസിയുടെ അർത്ഥം. അപ്പോൾ ദ റിയൽ പവർ ഇവിടെ ആരുടെ കയ്യിലാണ്? ജനങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ പവർ കൊടുക്കുന്ന രീതി ഈ പറയുന്ന ആൻഷ്യൻ്റ് ഗ്രീസിലെ ഏതൻസിലുണ്ടായി. അതിന് അവരുടെ ഭാഷയെ വിളിച്ച പേരാണ് ഡെമോക്രസി. അതിൽ നിന്നാണ് ഡെമോക്രസി നമ്മൾ ഇന്നും എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഏതൻസ് ഹാഡ് എ കൾച്ചർ ദാറ്റ് വാല്യൂഡ് ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് ഇൻഡിവിജ്വൽ എബിലിറ്റി. അപ്പോൾ എന്താണ്? അവരുടെ ഒരു രീതി അനുസരിച്ച് വ്യക്തികളുടെ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിനും വ്യക്തികളുടെ കഴിവിനും വിലയുണ്ട്. എല്ലാ തീരുമാനങ്ങളും രാജ്യവുമായി ബന്ധപ്പെട്ട, സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ രാജ്യം എന്നാണ്, തീരുമാനിക്കുന്ന എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ആരാണ്? അവിടുത്തെ പൗരന്മാർ ഒത്തുചേർന്നിട്ടാണ്. അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. സിമിലർലി ഇതൊക്കെ മിലിറ്ററി ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുക, ജഡ്ജിമാരെ സെലക്ട് ചെയ്യുക, ഇതൊക്കെ എന്താണ്? ജനങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാട്ടുകൂട്ടമൊക്കെ വിളിച്ച് ചേർക്കുന്ന പോലെ അവിടെ ഉള്ള പൗരന്മാരെല്ലാം കൂടെ ഒത്തുകൂടിയിട്ടാണ് അവരുടെ അധികാരി അല്ലെങ്കിൽ ആ രാജ്യത്ത് നടക്കേണ്ട പ്രധാന തീരുമാനങ്ങൾ അവിടുത്തെ മിലിറ്ററി നേതാക്കൾ അതുപോലെ തന്നെ അവിടുത്തെ ജഡ്ജിമാരെല്ലാം അവരുടെ കഴിവിന് അല്ലെ ഇൻഡിവിജ്വൽ എബിലിറ്റിക്ക് അനുസരിച്ച് അവരുടെ കൂട്ടത്തിൽ നിന്ന് ചൂസ് ചെയ്യുമായിരുന്നു. ഓക്കെ. സോ നമുക്ക് പറയാൻ പറ്റും, ഇൻ ദിസ് വേ ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻ വിച്ച് പീപ്പിൾ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗവർണൻസ് ആൻഡ് ലോ മേക്കിംഗ് ഇസ് കോൾഡ് ഡയറക്റ്റ് ഡെമോക്രസി. ഇത്തരത്തിൽ ജനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ അങ്ങ് ഒത്തുകൂടി, അതായത് അവരുടെ പ്രതിനിധിയൊന്നും അല്ല പോകുന്നത്, ജനങ്ങൾ തന്നെ ഒത്തുകൂടിയിട്ട് തീരുമാനങ്ങൾ എടുത്താൽ അതിന് നമുക്ക് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വിളിക്കാം. ഇന്ത്യയിൽ എങ്ങനെയാണോ? ഇന്ത്യയിൽ അങ്ങനെയല്ല. നമ്മൾ MLA-മാരെയും MP-മാരെയും പഞ്ചായത്ത് മെമ്പർമാരെയും നമ്മൾ സെലക്ട് ചെയ്തായിരിക്കും, അവരാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് ആണോ? അല്ല. നേരെ മറിച്ച് ഇപ്പോൾ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഈ പാർലമെന്റിൽ ഇപ്പോൾ MLA-മാരും MP-മാരും ഒക്കെ ചെന്നായിരിക്കുന്നത്. പകരം നമ്മൾ ഓരോ വ്യക്തികളും ചെന്നിരുന്നിട്ട് തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ അത് ഡയറക്റ്റ് ഡെമോക്രസി. ഏജൻസി പണ്ടുണ്ടായിരുന്ന ഡയറക്റ്റ് ഡെമോക്രസിയാണ്. കാരണം അവിടെ എന്തായിരുന്നു? അവിടെയാണ് ട്വിസ്റ്റ്. അവിടെ ഈ ജനങ്ങളാണ് തീരുമാനിക്കുന്നതെങ്കിലും അവിടെ എല്ലാ ജനങ്ങൾക്കും പോകാൻ പറ്റത്തില്ല. അവിടെ ഒരു പ്രായം കഴിഞ്ഞ പുരുഷന്മാർക്ക് മാത്രം, ഒരു പ്രായം കഴിഞ്ഞ പുരുഷന്മാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് അത് പറ്റിയിരുന്നു അല്ലേ? കാരണം അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ അടിമകൾക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. The greatest limitation of the direct democracy in Athens was slaves and women were not participated in the democratic system. അതായത് അവിടെ ഉള്ളവരെ സ്ത്രീകളെയും അടിമകളെയും തുല്യരായൊന്നും കണ്ടിരുന്നില്ല. അപ്പോൾ പുരുഷന്മാരുടെ ഒരു ആധിപത്യമായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് 1-2 ആൾ അത്രയല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് മൂത്ത ആൾക്കാരൊക്കെ അവിടെ പോകത്തുള്ളൂ. അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് എന്ത് ചെയ്യാൻ, തീരുമാനം എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും രാജാവിൻ്റെ സ്വേച്ഛാധിപത്യത്തിനേക്കാളും മികച്ചതായിരുന്നു ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത്. ജനങ്ങളുടെ അഭിപ്രായത്തിന് അവിടെ വില കൊടുക്കുന്നുണ്ടല്ലോ, സ്ത്രീകൾക്കും അടിമകൾക്കും ഇല്ലെങ്കിലും. അപ്പോൾ ഇത്തരത്തിലാണ് ഡെമോക്രസി രൂപപ്പെട്ടത്. ഇത് പിന്നീട് പല സ്ഥലങ്ങളിലോട്ടും ഇതിൻ്റെ പല പല രീതികൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ന് കാണുന്ന ഈ ഒരു ഡെമോക്രസി വന്നത്. അത് ഡയറക്റ്റ് ഡെമോക്രസി അല്ല, ഇൻഡയറക്റ്റ് ഡെമോക്രസി. അപ്പോൾ നോക്കി, ഡെവലപ്മെൻറ്റിൻ്റെ എവല്യൂഷൻ ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെമോക്രസി ബിഗിൻ ഇൻ ആൻഷ്യൻ്റ് ഗ്രീസ്, എസ്പെഷ്യലി എവിടെയാണ്? ഏതൻസിലാണ്. ഡെമോക്രസി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പവർ ഓഫ് ദ പീപ്പിൾ എന്നാണ്, ഡെമോസും ക്രാറ്റോസും. ഏതൻസിൽ സിറ്റിസൺസ് എന്താണ്? ഡയറക്റ്റായിട്ട് തീരുമാനങ്ങൾ എടുത്തിരുന്നു, നേതാക്കന്മാരെ അതുപോലെ തന്നെ നിയമനിർമ്മാണത്തിലും. അപ്പോൾ ഇത്തരത്തിൽ ഡയറക്റ്റായിട്ട് പങ്കെടുത്താൽ നമ്മൾ അതിനെ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വിളിക്കും. പക്ഷേ എന്തായിരിക്കും? ഓൺലി ദ ഫ്രീ മെൻ കുഡ് ടേക്ക് പാർട്ട്. ഫ്രീ മെൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒരു പ്രായം കഴിഞ്ഞ പുരുഷന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾക്കും അടിമകൾക്കും അവിടെ പങ്കെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഓക്കെ. അടുത്ത, ദിസ് ഏർലി ഫോം ഓഫ് ഡെമോക്രസി ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ മോഡേൺ ഡെമോക്രാറ്റിക് സിസ്റ്റം. ഇതിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഡെമോക്രാറ്റിക് സിസ്റ്റം വന്നത്. അപ്പോൾ നമുക്കതിൽ ആദ്യം പറഞ്ഞ ആ ഒരു ഡയറക്റ്റ് ഡെമോക്രസിയെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ. എന്താ അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസി? അന്ന് ഏതൻസ് പോലെയുള്ള ഒരു ചെറിയ സ്ഥലത്ത് അത് പറ്റുമായിരുന്നു. അന്നും സ്ത്രീകൾ ഉൾപ്പെടുത്തേണ്ട.
അടിമകളെ ഉൾപ്പെടുത്തണ്ട, അപ്പോൾ പിന്നെ വലിയ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇന്ന് ഒരിടത്തും കൃത്യമായ ഒരു ഡയറക്റ്റ് ഡെമോക്രസി ഇല്ല. എങ്കിലും സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് ഡയറക്റ്റ് ഡെമോക്രസിയുടെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഡയറക്റ്റ് ഡെമോക്രസി പ്രവർത്തിക്കുന്നത്? ജനങ്ങൾ ഒത്തുകൂടും, അവരെന്ത് ചെയ്യും? തീരുമാനങ്ങൾ എടുക്കും. എന്തൊക്കെ കാര്യം തീരുമാനങ്ങൾ എടുക്കും? പുതിയതായ ഒരു നിയമം വരണമെങ്കിൽ അവർ തീരുമാനമെടുക്കും. പുതിയതായ ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ അവർ തീരുമാനമെടുക്കും. അതുപോലെ തന്നെ അവരുടെ നേതാവ്, അവർ ഇലക്ട് ചെയ്ത് വിട്ട നേതാവ് ചെയ്യുന്ന പ്രവൃത്തി മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ അവരെ തിരിച്ചു വിളിക്കാനും ഒക്കെ ആർക്ക് പറ്റും? ഡയറക്റ്റ് ഡെമോക്രസിക്ക് പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിവൈസസ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. എന്താണ് അപ്പോൾ ഡിവൈസസ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്റ്റ് ഡെമോക്രസി എങ്ങനെയാണ് നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നടക്കുന്നത്? 4 കാര്യങ്ങളാണ്. അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്താ ഡയറക്റ്റ് ഡെമോക്രസി? ഇറ്റ് ഈസ് എ സിസ്റ്റം വെയർ ദ സിറ്റിസൺസ് ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. ഡയറക്റ്റായി ഡിസിഷൻ മേക്കിങ്ങിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. റാദർ ദാൻ എലക്ടിങ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ടു ഡു ഇറ്റ് ഫോർ ദം. റെപ്രസെൻറ്റേറ്റീവ്സുമാരെ എലക്ട് ചെയ്ത് വിടുന്നതിന് വരെ ഡയറക്റ്റായി പങ്കെടുത്താൽ അത് ഡയറക്റ്റ് ഡെമോക്രസി. സ്വിറ്റ്സർലാൻഡിലാണ് നമുക്ക് ഡയറക്റ്റ് ഡെമോക്രസി ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. എന്നാൽ പരിപൂർണമായ ഡയറക്റ്റ് ഡെമോക്രസി അല്ല എന്നുള്ളതും മനസ്സിലാക്കണം. ഓക്കെ, ഡയറക്റ്റ് ഡെമോക്രസി ഈസ് ഇൻ ഇറ്റ്സ് കംപ്ലീറ്റ് ഫോം കനോട്ട് ബി സീൻ എനിവെയർ ഇൻ ദ വേൾഡ് ടുഡേ. ഒരിടത്തും കംപ്ലീറ്റ് ഡെമോക്രസി ഒന്നും കാണാൻ പറ്റത്തില്ല. ഹവർ സം ഓഫ് ഇറ്റ്സ് ഡിവൈസസ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ മെനി ഡെമോക്രാറ്റിക് സിസ്റ്റം. പലയിടത്തും ഉണ്ട്. അപ്പോൾ 4 ഡിവൈസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. വാട്ട് ആർ ദ ഡിവൈസസ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി? പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകളല്ല. റെഫറൻഡം, റീകോൾ, പ്ലെബിസൈറ്റ്, ഇനിഷ്യേറ്റീവ്. സംഭവം സിമ്പിളാണ്, വാക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പറഞ്ഞേ, ഡിവൈസസ് ഓഫ് ഡെമോക്രസി 4 എണ്ണം. റെഫറൻഡം, റീകോൾ, റെഫറൻഡം, റീകോള്, പ്ലെബിസൈറ്റ്, ഇനിഷ്യേറ്റീവ്. പ്ലെബിസൈറ്റ്, ഇനിഷ്യേറ്റീവ്, അങ്ങനെ 4 എണ്ണം. റെഫറൻഡം, റീകോൾ, പ്ലെബിസൈറ്റ്, ഇനിഷ്യേറ്റീവ്. ഒന്നും കൂടെ, റെഫറൻഡം, റീകോൾ, പ്ലെബിസൈറ്റ്, ഇനിഷ്യേറ്റീവ്. അതിലാദ്യം റെഫറൻഡം. എന്താണ് റെഫറൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെഫറൻഡം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ദ പ്രോസസ് ഇൻ വിച്ച് ലോസ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ ആർ സബ്മിറ്റഡ് ടു ദ പീപ്പിൾ ഫോർ ദെയർ അപ്രൂവൽ ത്രൂ വോട്ടിംഗ്. അപ്പോൾ നമ്മൾ നേതാക്കന്മാരെ ചൂസ് ചെയ്തല്ലോ. നേതാക്കന്മാർ അപ്പോൾ ഒരു നിയമം ഉണ്ടാക്കി. ആ നിയമം പാസ്സാവണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ജനങ്ങളുടെ ഡയറക്റ്റ് വോട്ട്, ജനഹിത പരിശോധന എന്ന് പറയും ഇതിനെ. എന്തെന്ന് പറയും? ജനഹിതം, ജനങ്ങളുടെ ഹിതം, അവരുടെ താല്പര്യം എന്തെന്ന് പരിശോധിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ പുതിയ ശമ്പള പരിഷ്കരണം വരാൻ പോകുന്നു എന്ന് വിചാരിക്കുക. ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് അത് പുതിയ നിയമമൊന്നുമല്ല. ഇപ്പോൾ വേറൊരു നിയമം എന്താ? GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ, ഞാൻ ഒരു ഉദാഹരണം പറയുകയാണേ. അപ്പോൾ ഈ നിയമം ഇപ്പോൾ നമ്മുടെ മോദി സർക്കാരാണല്ലോ ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ സർക്കാരും മന്ത്രിമാരും ഒക്കെ ചേർന്ന് തീരുമാനിച്ചു. പക്ഷേ അത് പാസ്സാവുന്നത് ഇപ്പോൾ എങ്ങനെയാണ്? നിയമസഭയിൽ പോയിട്ട് അല്ല, അവിടെയാണ് പാസ്സാവുക. ഇത് ഡയറക്റ്റ് ഡെമോക്രസി ആയിരുന്നെങ്കിൽ അവിടെ വോട്ട് ചെയ്യാൻ അവകാശം ആർക്ക് കിട്ടിയേനെ? നമുക്ക് കിട്ടിയേനെ. നമ്മുടെ അടുത്തും കൂടി ചോദിക്കും, നമുക്ക് നമ്മളെ വോട്ട് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾ ഡയറക്റ്റായിട്ട് പുതിയ നിയമങ്ങൾ പാസ്സാവണോ വേണ്ടയോ എന്ന് വോട്ട് ചെയ്താൽ അതിനെയാണ് ജനഹിത പരിശോധന അല്ലെങ്കിൽ റെഫറൻഡം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റെഫറൻഡം? പ്രോസസ് ഇൻ വിച്ച് ലോസ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ എന്താ? നിയമനിർമ്മാണ സഭ. നിയമം ഉണ്ടാക്കാൻ വിവരമുള്ളവർ അവിടെ ഇരുന്ന് നിയമം ഉണ്ടാക്കും. അതായത് ഈ പറയുന്ന ജനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും, എങ്കിലും അവരാണ് നിയമം ഉണ്ടാക്കുന്നത്. അത് ആർക്ക് സബ്മിറ്റ് ചെയ്യും? ജനങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യും അപ്രൂവലിന് വേണ്ടിയിട്ട്. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യാം? വോട്ടിങ്ങിലൂടെ അതിന് അപ്രൂവൽ കൊടുക്കാം. ഇതിനെയാണ് റെഫറൻഡം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദ പ്രോസസ് ഇൻ വിച്ച് ലോസ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ ആർ സബ്മിറ്റഡ് ടു ദ പീപ്പിൾ ഫോർ ദെയർ വോട്ടിംഗ് അപ്രൂവൽ ഈസ് കോൾഡ് റെഫറൻഡം. സെറ്റ്. റീകോൾ നിങ്ങൾക്ക് ഒന്നും പഠിക്കേണ്ട ആവശ്യം, നിങ്ങൾക്കറിയാം. ഒരു അധികാരിയെ നമ്മൾ കയറ്റി വിട്ടു, പക്ഷെ അയാൾ നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിലല്ല ഭരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറങ്ങി വാന്ന് പറയാം. അധികാരം തിരിച്ചു വിളിക്കാൻ പറ്റും. ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ദ ഓഫീസ് വെൻ ദെയർ പെർഫോമൻസ് ഈസ് അൺസാറ്റിസ്ഫാക്ടറി. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ദിസ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ എ റിട്ടേൺ റിക്വസ്റ്റ് ഫ്രം എ സ്പെസിഫൈഡ് പെർസെൻറ്റേജ് ഓഫ് വോട്ടേഴ്സ്. നമ്മുടെ നേതാക്കന്മാർ പലരെയും തിരിച്ചു വിളിച്ചാൽ കൊള്ളാതെ എനിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെ? നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് ചോദിച്ചാൽ മതി. അല്ലെ, നമുക്ക് നല്ലത് ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ MLA-മാരെ MP-മാരെയൊക്കെ വോട്ട് ചെയ്ത് വിടും. പക്ഷേ ഈ വോട്ട് ചെയ്ത് വിട്ട ആൾക്കാർ ടാറ്റയും പറഞ്ഞ് അന്ന് പോകുന്ന പിന്നെ കാണുന്ന 5 കൊല്ലം കഴിഞ്ഞ് കാലാവധി കഴിയുമ്പോഴാണ്. പക്ഷേ ഡയറക്റ്റ് ഡെമോക്രസിയിൽ അത് പറ്റത്തില്ല. അങ്ങനെ എങ്ങാനും പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എന്ത് ചെയ്യാം? ഒരു റിട്ടേൺ റിക്വസ്റ്റ്, അല്ലെ, ഈ ജനങ്ങളുടെ തന്നെ ഒരു പെർസെൻറ്റേജ് ആൾക്കാർ ഒരു റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്താൽ അതൊരു മെജോറിറ്റി ഉണ്ടെങ്കിൽ, ഇലക്ഷൻ എന്ന് പറയുമ്പോൾ മെജോറിറ്റിക്കാണ് വില കൊടുക്കുന്നത് എന്നുള്ളത് അറിയാമല്ലോ. മെജോറിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ നേതാവിനെ നമുക്ക് തിരികെ വിളിക്കാം.
ഈ നേതാവിനെ നമുക്ക് എന്ത് ചെയ്യാം? തിരികെ വിളിക്കാം. ഇതാണ് റീകോൾ. ഇനി അടുത്ത് വരുന്നതാണ് പ്ലെബിസൈറ്റ് എന്ന് പറയുന്നത്. പ്ലെബിസൈറ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, എ മെത്തേഡ് യൂസ്ഡ് ടു അസർട്ടൺ ദ വിൽ ഓഫ് ദ പീപ്പിൾ ഓൺ വെരി ഇമ്പോർട്ടൻറ്റ് പബ്ലിക് ഇഷ്യൂസ്. നിയമം പാസ്സാക്കുന്നതല്ല, എന്നാൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാനായിട്ട് പറ്റും. അസർട്ടൺ ദ വിൽ ഓഫ് ദ പീപ്പിൾ ഓൺ വെരി ഇമ്പോർട്ടൻറ്റ് പബ്ലിക് ഇഷ്യൂസ്. ചില പബ്ലിക് ഇഷ്യൂസ് നടക്കുകയാണ്. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ജലം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജലം എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിപ്പോൾ അല്ലേ, വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ സ്കൂളിൽ വെള്ളമില്ല, അല്ലെങ്കിൽ നാട്ടിൽ ഒരു കുളം വറ്റി കിടക്കുകയാണ്, അപ്പോൾ അതിനെ ഒന്ന് സംരക്ഷിക്കണം. ജനങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരുടെ ഹിതം പറഞ്ഞിട്ട്, ഈ ജനഹിതം റഫറൻഡം പോലെ തന്നെ, അവർ നിയമത്തിലാണെങ്കിൽ റഫറൻഡം എന്ന് പറയും, മറ്റെന്തെങ്കിലും ഒരു പബ്ലിക് ഇഷ്യൂവിൽ നമുക്ക് തന്നെ പ്ലെബിസൈറ്റ് എന്ന് പറയാം. സോ മെത്തേഡ് യൂസ്ഡ് ടു അസർട്ടൺ ദ വിൽ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ അഭിപ്രായം, ഓൺ വെരി ഇമ്പോർട്ടൻറ്റ് പബ്ലിക് ഇഷ്യൂസ്, ഇമ്പോർട്ടൻ്റ് ആയ പബ്ലിക് ഇഷ്യൂസിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യുക? അവരുടെ അഭിപ്രായം പറയാനും അത് നടത്തണം. അങ്ങനെ അഭിപ്രായം പറഞ്ഞ് പാസ്സായാൽ അത് നടത്തണം. അതിനാണ് പ്ലെബിസൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജനങ്ങൾക്ക് തന്നെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഒരു നിയമം, നമ്മൾ പറഞ്ഞല്ലോ ലെജിസ്ലേച്ചറാണ് നിയമം ഉണ്ടാക്കുന്നത്, എന്നാൽ ജനങ്ങൾക്കും എന്ത് ചെയ്യാം? ഈ പറയുന്ന നിയമം ഉണ്ടാക്കണമെന്ന് ഇനിഷ്യേറ്റീവ് എടുക്കാം. ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ മുൻകൈ എടുക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തെങ്കിലും നമുക്ക് കിട്ടി, അപ്പോൾ ഈ പ്രശ്നത്തിനെതിരെ ഒരു നിയമം വേണം. ഇത് ലെജിസ്ലേച്ചർ നിയമം ഉണ്ടാക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിയാൽ ജനങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇനിഷ്യേറ്റീവ് എടുക്കാം. അതായത് എന്താണ്? ഓക്കെ, ദ വേ ഫോർ പീപ്പിൾ ടു ഡയറക്ട്ലി ഇൻ്റർവെയിൻ ഇൻ ലോ മേക്കിംഗ്. ജനങ്ങൾക്ക് ഡയറക്റ്റായി നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കാം. അവർക്ക് എന്ത് ചെയ്യാം? ലെജിസ്ലേച്ചറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിലോട്ട്, നിയമനിർമ്മാണ സഭയിലോട്ട് ഈ പറയുന്ന നിയമം, പുതിയ നിയമം വരണമെന്നുള്ള കാര്യം സബ്മിറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഒന്നുകൂടി, ദ വേ ഫോർ ദ പീപ്പിൾ ടു ഡയറക്ട്ലി ഇൻ്റർവീൻ ഇൻ ലോ മേക്കിംഗ്. ജനങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കാം. എങ്ങനെ? ദേ സബ്മിറ്റ് ടു ദ ലെജിസ്ലേച്ചർ. അവരാർക്ക് സബ്മിറ്റ് ചെയ്യും? ലെജിസ്ലേച്ചറിന് സബ്മിറ്റ് ചെയ്യും. എന്താ? ഏതർ എ ഡ്രാഫ്റ്റ്, ഒന്നുകിൽ ഒരു നിയമത്തിൻ്റെ കരട് രേഖ, അല്ലെങ്കിൽ കംപ്ലീറ്റ് വെർഷൻ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇഷ്ടപ്പെടുന്ന നിയമത്തിൻ്റെ ഒരു കരട് രേഖ, ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയാൽ കൊള്ളാം എന്ന് എഴുതി കൊടുത്ത കരട് രേഖ, അല്ല ഇങ്ങനെയാണ് നിയമം, ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്ന് വ്യക്തമായി എഴുതി കൊടുത്താൽ അത് നമ്മൾ കംപ്ലീറ്റ് വെർഷൻ എന്ന് പറയും. രണ്ടിൽ ഏതെങ്കിലും ജനങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിയമനിർമ്മാണ സഭയ്ക്ക് അങ്ങോട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനിഷ്യേറ്റീവ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഇനിഷ്യേറ്റീവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഡിവൈസസ് 4. വാക്ക് പഠിച്ചു വയ്ക്കുക, ബാക്കി കിട്ടും. റഫറൻഡം, റീകോള്, പ്ലെബിസൈറ്റ്, ഇനിഷ്യേറ്റീവ്. നിയമം ജനങ്ങൾ, അല്ലേ, ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയ നിയമം ജനങ്ങൾക്ക് വോട്ടിങ്ങിലൂടെ പാസ്സാക്കാൻ പറ്റുന്നത് റഫറൻഡം. ഈ പറയുന്ന റെപ്രസെൻറ്റേറ്റീവ് തൻ്റെ പണി മര്യാദ ചെയ്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കാനുള്ളതിനെ റീകോള്. ജനങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ജനങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നതിനെ പ്ലെബിസൈറ്റ് എന്നും, പബ്ലിക് പറയുന്ന പ്ലെബിസൈറ്റ് എന്നും. പുതിയൊരു നിയമം ഉണ്ടാക്കാൻ ലെജിസ്ലേച്ചറിനോട് അങ്ങോട്ട് കയറി പറയുന്നതിന് നമുക്ക് ഇനിഷ്യേറ്റീവ് എന്ന് പറയാം. അത് ജനങ്ങൾ മുൻകൈ എടുത്ത് നിയമം നിർമ്മിക്കാൻ നോക്കിയാൽ അതിനെ ഇനിഷ്യേറ്റീവ് എന്നും പറയാം. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് ഈസ് ദ കൺട്രി വെയർ ഡയറക്റ്റ് ഡെമോക്രസി ഡിവൈസസ് എക്സിസ്റ്റ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. ഇതിൽ 1-2 എണ്ണമൊക്കെ നമ്മുടെ ഇന്ത്യയിലും വന്നാൽ കൊള്ളാമെന്ന് ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ എന്താണ് ഡെമോക്രസി എന്ന് പഠിച്ചു, ഡെമോക്രസി എങ്ങനെയാണ് രൂപപ്പെട്ട് വന്നതെന്ന് ഏതൻസിൻ്റെ എക്സാമ്പിൾ പഠിച്ചു, അതിൽ ഡയറക്റ്റ് ഡെമോക്രസി എന്താണെന്ന് പഠിച്ചു, ഡയറക്റ്റ് ഡെമോക്രസിയിലെ ഡിവൈസസും പഠിച്ചു. സോ പക്ഷേ പ്രശ്നം എന്താണ്? ഇത് നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ വളരെ നല്ല കാര്യം, പക്ഷേ ഇത് പ്രാക്ടിക്കൽ അല്ല, അല്ലേ? സൈസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് പോപ്പുലേഷൻ ഇൻക്രീസ്ഡ്. ജനങ്ങളുടെ ഈ പറയുന്ന അല്ലെ പോപ്പുലേഷൻ കൂടി, അതുപോലെ രാജ്യത്തിൻ്റെ വലിപ്പമൊക്കെ കൂടിയപ്പോഴത്തേക്കും നമുക്ക് ഈ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത് ഇംപ്രാക്ടിക്കലായി. അപ്പോൾ എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് നിന്നും ജനങ്ങൾക്ക് വേണ്ടി ഒരാളെ പറഞ്ഞയക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി നിലവിൽ വന്നു. അപ്പോൾ എന്താണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് വെച്ചാൽ? ഇത്രയും ആൾക്കാരല്ലേ, നമ്മളിപ്പോൾ ഏതൻസ് പോലെ ചെറിയൊരു സ്ഥലത്ത് കുറച്ച് പേർക്ക് കൂടി നിയമമൊക്കെ ഉണ്ടാക്കാൻ പറ്റി. ഇന്ത്യ ആലോചിച്ച് നോക്കി, രണ്ടാമത്തെ അല്ല ഇപ്പോഴത്തെ കണക്കിൽ ഏറ്റവും ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യത്തുള്ള എല്ലാവരും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയൊക്കെ ആണെന്ന് ഇത്രയും ആൾക്കാരെല്ലാം കൂടി ഡൽഹി ചെന്ന് നിയമം ഉണ്ടാക്കാമെന്ന് പറയുന്നത് നടക്കുമോ? അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾ അത്രയും കൂടി ചെന്ന് കേരള നിയമസഭയിൽ ചെന്ന് കയറുന്ന സ്ഥലമുണ്ടോ? അപ്പോൾ ഇതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യും? ജനങ്ങളെ മൊത്തം ഓരോ സ്ഥലങ്ങൾ ജോഗ്രഫിക്കലി ഡിവൈഡ് ചെയ്തിട്ട് അവിടെ നിന്ന് റെപ്രസെൻറ്റേറ്റീവ്സിനെ ചൂസ് ചെയ്ത് ആ റെപ്രസെൻറ്റേറ്റീവ്സ് കാര്യങ്ങൾ ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ്. അപ്പോൾ നമ്മൾ പ്രതിനിധിയല്ലേ പറഞ്ഞു വിടുന്നത്, അതുകൊണ്ടാണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്നും വിളിക്കും. നോക്കാം, ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. അപ്പോൾ എന്തായിരിക്കും നോക്കിക്കോ. ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡയറക്റ്റായിട്ട് നമ്മൾ പോകത്തില്ല. അപ്പോൾ എന്തുണ്ടാവും?
നമ്മൾ ഇലക്ഷൻ നടത്തും, നമ്മളൊരാളെ ചൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അങ്ങോട്ട് പറഞ്ഞു വിടും, അവർ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. ഇന്ത്യയെ പറ്റി അങ്ങ് ചിന്തിച്ചാൽ മതി. ഇന്ത്യയിൽ നമ്മൾ MLA-മാരെ സെലക്ട് ചെയ്ത് വിടാറുണ്ട്, MP-മാരെ സെലക്ട് ചെയ്ത് വിടാറുണ്ട്, അതുപോലെ ഇപ്പോഴത്തേതാക്കണ്ടോ പഞ്ചായത്ത് മെമ്പർമാരെ നമ്മൾ സെലക്ട് ചെയ്ത് വിടും. പഞ്ചായത്ത് ലെവലിൽ പഞ്ചായത്ത് മെമ്പർമാർ പോയിട്ട് അവർ പഞ്ചായത്ത് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യും, അവർ ഭരിക്കും. നമ്മളിവിടുന്ന് MLA-മാരെ സെലക്ട് ചെയ്ത് വിടും, MLA-മാർ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളെ മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്യും, മന്ത്രിമാരെ സെലക്ട് ചെയ്ത് അങ്ങനെ പോകും. അടുത്ത് മെമ്പർ ഓഫ് പാർലമെൻറ്റ് MP ഡൽഹിയിലോട്ടുള്ളവർ പറഞ്ഞു വിടും, അവരവിടെ നിന്ന് എന്ത് ചെയ്യും, ഏതാണ് ചേർന്നിട്ടായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രീതിയാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. ഇത് തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലാണ്, നമ്മുടെ ബ്രിട്ടനിൽ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം വരുന്നത്. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഓർ ദ ഇൻഡയറക്റ്റ് ഡെമോക്രസി ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് പീപ്പിൾ എലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ടു ഗവൺ. അല്ലെ, ജനങ്ങൾ എന്ത് ചെയ്യും, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ പറഞ്ഞു വിടും അവരെ ഭരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് എവിടുന്നാണ് തുടങ്ങിയത്? യൂറോപ്പിൽ 18-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള സമയത്താണ് തുടങ്ങുന്നത്. കാരണം യൂറോപ്പും മറ്റേത് രാജ്യത്തെയും പോലെ രാജാവായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ രാജാവിൻ്റെ ഭരണം മോശമായപ്പോൾ ജനങ്ങൾ അതിനെതിരെ പ്രതിഷേധിച്ചു. അപ്പോൾ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനായിട്ട് ആൾക്കാരെ വേണമെന്നായി. അങ്ങനെ അവരവരുടെ കൂട്ടത്തിൽ നിന്ന് ജനപ്രതിനിധികളെ പറഞ്ഞയച്ചു. അവരെന്ത് ചെയ്തു, ഒത്തുകൂടുമ്പോഴാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, പാർലമെൻ്ററി ഡെമോക്രസി എന്ന് വിളിക്കുന്നു. പാർലമെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ജനങ്ങളെല്ലാം വന്നു കൂടുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. സോ ദ ഗ്രോത്ത് ഓഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ലെഡ് ടു ദ റൈസ് ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ബ്രിട്ടീഷിൽ നിന്നാണ്, അതായത് നമ്മുടെ യൂറോപ്പിൽ നിന്നാണ്. ബ്രിട്ടീഷ് പാർലമെൻ്ററി ഡെമോക്രസി ഗെയിൻഡ് സ്ട്രെങ്ത് ത്രൂ കോൺസ്റ്റന്റ് കൺഫ്രണ്ടേഷൻ വിത്ത് ദ മൊണാർക്കി. കണ്ടോ, ഞാൻ പറഞ്ഞില്ല, അവിടെയും എന്തായിരുന്നു, മൊണാർക്കി എന്ന് വെച്ചാൽ രാജാഭരണം ആയിരുന്നു. പക്ഷെ ഒരു ദിവസം കൊണ്ട് രാജാവിനെ അങ്ങ് മാറ്റാനൊന്നും പറ്റത്തില്ല. കാരണം ജനങ്ങൾക്ക് രാജാവിനെ ഇഷ്ടമുണ്ട്, രാജാവും എല്ലാവരും മോശക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ രാജാവിനെയും വെച്ചുകൊണ്ട് ജനപ്രതിനിധികളെയും വെച്ചുകൊണ്ട് ഒരുമിച്ചൊരു സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് പാർലമെൻ്ററി സിസ്റ്റം ബ്രിട്ടീഷിൽ തുടങ്ങുന്നത്. പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ഇൻ എ പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം ദ ഗവൺമെൻറ് ഈസ് ഗവേൺഡ് ബൈ എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ സർക്കാരിനെ ഭരിക്കുന്നത് മന്ത്രിമാരാണ്. ദാറ്റ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ പാർലമെൻറ്റ്. അവരാർക്ക് റെസ്പോൺസിബിൾ ആണ്? പാർലമെൻറ്റിന് റെസ്പോൺസിബിൾ ആണ്. എന്ന് വെച്ചാൽ എന്താ, മന്ത്രിമാർ രാജ്യം ഭരിക്കും, ആയിക്കോട്ടെ. പക്ഷെ അവരെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, പുതിയ നിയമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ജനങ്ങളുടെ ഡയറക്റ്റായിട്ട് പോയി അഭിപ്രായം ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എവിടെ പോയി ചോദിക്കും? പാർലമെൻറ്റിൽ പോയിട്ട് ജനപ്രതിനിധികളുടെ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ എടുക്കാം, ഇന്ത്യയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മന്ത്രിമാരാണ്. അതെ, ഗതാഗത മന്ത്രിയുണ്ട്, ആരോഗ്യമന്ത്രിയുണ്ട്, പ്രധാനമന്ത്രി, സ്റ്റേറ്റിലാണെങ്കിൽ മുഖ്യമന്ത്രി, എല്ലായിടത്തും മന്ത്രിമാരുണ്ടല്ലോ. അപ്പോൾ മന്ത്രിമാർ എവിടെ നിന്നാണ് വന്നത്? പാർലമെൻറ്റിനകത്ത് നിന്നുള്ളവരാണ് മന്ത്രിമാരായിട്ട് മാറുന്നത്. ആ മന്ത്രിമാർ ആർക്ക് ഉത്തരം പറയണം? പാർലമെൻറ്റിന് ഉത്തരം പറയണം. പാർലമെൻറ്റ് ചർച്ചകളൊക്കെ നിങ്ങൾ TV കാണുന്നുണ്ടോ? പരസ്പരം ചീത്ത പറച്ചിലും അല്ലെ, ഇറങ്ങിപ്പോക്കും, തുണി പൊക്കി കാണിക്കലും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് അല്ലേ. പാർലമെൻറ്റിൽ കസേര ചവിട്ടിയിട്ടതൊക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ടുള്ള കാര്യങ്ങളുമാണ്. എങ്കിലും ചർച്ച നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരെങ്ങനെയാണ് ഇവരെ ചൂസ് ചെയ്യുന്നത്? അഡൾട്ട്, ഫ്രാഞ്ചൈസ് ആൻഡ് സിവിൽ റൈറ്റ്സ് ആർ ദ മൈൽ സ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് പാർലമെൻ്ററി ഡെമോക്രസി. എന്ന് വെച്ചാൽ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സിവിൽ അവകാശങ്ങളും ഈ ജനങ്ങൾക്ക് കിട്ടും. ഇനി തൊട്ടടുത്തുള്ള രാജ്യമായിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷനും എന്തിനെ സഹായിച്ചിട്ടുണ്ട്? ഈ ഇൻഡയറക്റ്റ് ഡെമോക്രസി വരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ കേട്ട വാക്കായിട്ടുള്ള ലിബർട്ടി, ഇക്വാലിറ്റി, അതുപോലെ ഫ്രട്ടേണിറ്റി, സാഹോദര്യം എന്നാണ്. ഇത് മൂന്നും ഉയർന്നു വന്നത് തന്നെ എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. അതായത് പണ്ട് ജനങ്ങളെല്ലാവരും തുല്യരായിരുന്നില്ല, ജനങ്ങൾക്കെല്ലാവർക്കും ഫ്രീഡം ഉണ്ടായിരുന്നില്ല, എല്ലാവരും തമ്മിൽ സ്നേഹവും ഉണ്ടായിരുന്നില്ല. രാജാക്കന്മാരും പ്രഭുക്കന്മാരുമാണ് കിടിലം, സാധാരണക്കാരന്മാരും മിഡിൽ ക്ലാസ്സുകാരും കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന കാലം. ഫ്രഞ്ച് റവല്യൂഷൻ വന്നപ്പോഴാണ് ഇതൊക്കെ മാറ്റിയിട്ട് ജനങ്ങൾക്ക് ഈ അവകാശങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി വരുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഈസ് വെൻ പീപ്പിൾ ചൂസ് ദ ലീഡർ ടു മേക്ക് ഡിസിഷൻസ് ഫോർ ദം. ജനങ്ങൾ അധികാരികളെ സെലക്ട് ചെയ്യും, അവർക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ. ദിസ് സിസ്റ്റം സ്റ്റാർട്ടഡ് ഇൻ യൂറോപ്പ്, എസ്പെഷ്യലി എവിടെയാണ്? ബ്രിട്ടൻ. യൂറോപ്പ് എന്ന് പറയുമ്പോൾ ഒരു കോണ്ടിനെൻറ്റ്, അതിലെ രാജ്യം ബ്രിട്ടൻ. വേർ പാർലമെൻറ്റ് ബിക്കം സ്ട്രോങ്ങർ ദാൻ ദ കിങ്. അല്ലെ, രാജാവിനേക്കാൾ അധികാരം പാർലമെൻറ്റിന് കിട്ടി. ദ ഗവൺമെൻറ് ഈസ് റൺ ബൈ മിനിസ്റ്റേഴ്സ്. ഗവൺമെൻറ് മന്ത്രിമാർ ഭരിക്കും. അവരെവിടെയാണ്? അവർ എലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് ലൈക്ക് വോട്ടിംഗ് ഫോർ ഓൾ ദ അഡൾട്ട്, ബേസിക് റൈറ്റ്, ഇതൊക്കെ വന്നത് ഇവിടെ നിന്നാണ്. ഫ്രഞ്ച് റവല്യൂഷനും ഈ പറയുന്ന രീതി വരുന്നതിന് സഹായിച്ചു. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസി, ഇൻഡയറക്റ്റ് ഡെമോക്രസി തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു ടേബിളിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾസ് അല്ലെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും അല്ലേ, കാര്യങ്ങൾ ചെയ്യും. മന്ത്രിമാർ എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ടാണ്. ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? പീപ്പിൾ ചൂസ് ലീഡേഴ്സ് ടു റൂൾ ദം അല്ലേ.
അപ്പോൾ മനസ്സിലായോ? ഡയറക്റ്റായിട്ട് അവർ തീരുമാനം എടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്, പ്രതിനിധികളെ പറഞ്ഞുവിടുകയല്ലേ ചെയ്യും. പീപ്പിൾ വോട്ട് ഓൺ ദ ലോസ് ആൻഡ് റൂൾസ്. ജനങ്ങൾ ഡയറക്റ്റായിട്ട് വോട്ട് ചെയ്യും. പക്ഷേ ഇവിടെ നേതാക്കന്മാരായിരിക്കും വോട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തായിരിക്കും, തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ, പ്രതിനിധിയെ എടുക്കുന്ന കാര്യമല്ല, തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ ലീഡേഴ്സിനെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഷ്യൻ്റ് ഏതൻസ്, അതുപോലെ സ്വിറ്റ്സർലാൻഡിലൊക്കെ ഇതൊന്ന് കാണാനായിട്ട് പറ്റും. ഇന്ത്യ, USA, യുണൈറ്റഡ് കിങ്ഡം, അഥവാ ഈ പറയുന്ന ഇന്നത്തെ ഇംഗ്ലണ്ടിലൊക്കെ ഉള്ളത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. ഈ ഇൻഡയറക്റ്റ് ഡെമോക്രസിയെ തന്നെ നമ്മൾ പാർലമെൻ്ററി ഡെമോക്രസി എന്ന് വിളിക്കും. പേരൊന്നും കേട്ട് പേടിക്കേണ്ട, ഇത് തന്നെ സംഭവം. അതായത് പാർലമെൻ്ററി ഡെമോക്രറ്റിക് സിസ്റ്റം എന്ന് വെച്ചാൽ എന്തായിരിക്കും, മന്ത്രിമാരുണ്ട്, അവരിതിൽ നിന്ന് ഇലക്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു തന്ന സാധനം അത് തന്നെയാണ് പാർലമെൻ്ററി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ. പാർലമെൻറ്റ് ആ ഒരു ബിൽഡിംഗ്, ഒരു കൂടുന്ന സ്ഥലം, സെറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സംഭവം എന്ന് പറയുന്നത്. പിടികിട്ടിയോ എല്ലാവർക്കും? ഓക്കെ ആണോ? 26 മിനിറ്റ് ആയതേ ഉള്ളൂ. ഈ ഒരു ടോപ്പിക്കും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് അവസാനിക്കും. പാർലമെൻ്ററി സിസ്റ്റം ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റം, ഇതെന്താ സംഭവം? ഇപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസി നമ്മൾ വിട്ടു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസിയെ പറ്റിയാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ഡെമോക്രസി നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രതിനിധികളെ പറഞ്ഞയക്കും. അപ്പോൾ ഇത് 2 രീതിയുണ്ട്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആൾ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആളാരാ? പ്രഥമ പൗരനല്ല. നിങ്ങൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഇത് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നതും ചർച്ചകൾ നടത്തുന്നതും ഇന്ത്യയുടെ ഒരു ഐഡൻറ്റിറ്റിയായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആളാരാ? അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആരാണ്? നരേന്ദ്രമോദി. നിങ്ങൾ അമേരിക്ക എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ എന്ത് പറയുമ്പോഴും നമ്മൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയും. അയാൾ ആരാ? അവിടുത്തെ പ്രസിഡൻറ്റ്. അതെന്തുകൊണ്ടാണ് ഇവിടെ പ്രധാനമന്ത്രി അവിടെ പ്രസിഡൻറ്റ്? അല്ല, ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ, ദ്രൗപദി മുർമു ഉണ്ടല്ലോ. പക്ഷേ ദ്രൗപദി മുർമു നമ്മൾ ഒരിടത്തും പറഞ്ഞു കേൾക്കാറില്ല. നമ്മളെപ്പോഴും പ്രധാനമന്ത്രിയെ പറ്റിയിട്ട് പറയാറുള്ളൂ. പക്ഷേ അമേരിക്കയിൽ അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഉള്ളതായിട്ട് ആരും പറയുന്നില്ല. ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? എപ്പോഴും പ്രസിഡന്റിനെ പറ്റിയിട്ടാണ് പറയും. എന്താ സംഭവം? പക്ഷെ 2 ദേ ഇപ്പോൾ പറഞ്ഞു, 2 നടക്കുന്ന എന്താണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. പിന്നെന്താ? USA പ്രസിഡന്റും UK ഇലക്ഷൻ പ്രചരണം. അതാണ് സംഭവം. 2-3 ദിവസമായി തുടങ്ങിയിട്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ മൈക്കിൽ കൂടെ പാട്ട് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സഹിക്കാൻ വയ്യ കേട്ടോ പാട്ട്. അപ്പോൾ നോക്കിയോ, അപ്പോൾ ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ USA ഉണ്ട്, UK ഉണ്ട്. അപ്പോൾ USA പ്രസിഡന്റ്, UK ഇന്ത്യയിലും ഒക്കെ പ്രധാനമന്ത്രി. എന്താ വ്യത്യാസം എന്നാണ് പറഞ്ഞുതരാൻ പോകും. അപ്പോൾ പാർലമെന്ററി സിസ്റ്റം, നമുക്ക് ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് ഡെമോക്രസിയെ 2ആയി തിരിക്കാം. പാർലമെന്ററി സിസ്റ്റം ഒന്നും പ്രസിഡൻഷ്യൽ സിസ്റ്റം ഒന്നും. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പാർലമെന്റിന് എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്ററിന് അതുപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും അധികാരം. അവർ ഡയറക്റ്റായിട്ട് പാർലമെന്റിൽ നിന്ന് സെലക്ട് ചെയ്ത് വന്നവരാണ്. അപ്പോൾ ഇവർ പാർലമെന്റിന് അക്കൗണ്ടബിൾ ആണ്. അത് പാർലമെന്ററി സിസ്റ്റം. എന്നാൽ ജനങ്ങൾ ഡയറക്റ്റായിട്ട് പ്രസിഡന്റ്, നിങ്ങൾ നരേന്ദ്രമോദിക്ക് വേണ്ടി നിങ്ങൾ ആരും വോട്ട് ചെയ്തിട്ടില്ല, ആണോ? അല്ലേ? നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ആക്കാൻ നിങ്ങൾ ആരും വോട്ട് ചെയ്തിട്ടില്ല. നിങ്ങളെന്ന് വെച്ചാൽ കുട്ടികളല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ജനങ്ങളെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരും വോട്ട് ചെയ്തില്ല. നമ്മൾ MP സെലക്ട് ചെയ്ത് വിട്ടിട്ടുള്ളൂ. അവരാണ് പ്രൈം മിനിസ്റ്ററിനെ സെലക്ട് ചെയ്തത്. അമേരിക്കയിൽ അങ്ങനെയല്ല. ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എതിരെ നിന്ന ആൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ഐഡിയ കിട്ടി. ഇനി ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നോക്കിക്കോ. ഇനി ഡെമോക്രാറ്റിക് സിസ്റ്റം. There are 2 models in practice, that is the parliamentary system and the presidential system. Democratic systems are classified in this way. എന്തിനെ അടിസ്ഥാനപ്പെടുത്തി? Based on the relationship between executive and legislature. എന്ന് വെച്ചാൽ എന്താ? എക്സിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്, ലെജിസ്ലേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിലെ നിയമം നിർമ്മിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് വന്നാൽ അത് പാർലമെൻ്ററി. എന്നാൽ ഇവർക്കിടയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് ചുമ്മാ മനസ്സിലാക്കി വെച്ചു. ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. നോക്കിക്കോ. പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഈസ് കൺട്രോൾഡ് ബൈ ദ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ എന്താ? മൊത്തം കൺഫ്യൂഷൻ. എക്സിക്യൂട്ടീവ് കൺട്രോൾഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഒന്നുമില്ല. പാർലമെൻ്റ് ഉണ്ട്. അപ്പോൾ പേര് തന്നെ പാർലമെൻ്ററി എന്നാണല്ലോ. പാർലമെൻ്റ് ഉണ്ട്. ഇവിടെ MLA അല്ലെങ്കിൽ MP ഇവർ തന്നെ ആയിരിക്കും എന്താകുന്നത്? ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഇവരിൽ ഒരാൾ തന്നെയായിരിക്കും ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഇവർ തന്നെയായിരിക്കും നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നതും അതുപോലെ നിയമം നിർമ്മിക്കുന്നതും ഒക്കെ ഒരേ പാർലമെൻറ്റിൽ നിന്നുള്ള ഒരേ അംഗങ്ങളാണെങ്കിൽ അത് പാർലമെൻ്ററി സിസ്റ്റം. പവർ ഓഫ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് നോമിനൽ എന്ന് വെച്ചാൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ആരാണ്? ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആണ്, അല്ലേ? പ്രഥമ പൗരൻ. പക്ഷേ പ്രസിഡൻറ്റിൻ്റെ പവർ വെറും നോമിനലാണ്. എന്ന് വെച്ചാൽ പ്രസിഡൻറ്റിൻ്റെ വലിയ ശക്തിയൊന്നുമില്ല. പേരിന് ഒരാളെ പിടിച്ചിരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ഇവിടെ പ്രസിഡൻറ്റ്. ഇനി ഇംഗ്ലണ്ടിൽ പോയാൽ അവിടുത്തെ രാജ്ഞി അല്ലെങ്കിൽ ക്യൂന് അല്ലെങ്കിൽ പ്രസിഡൻ്റ് ഒക്കെയാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്.
അവർക്ക് വെറും നോമിനൽ ആയിട്ടുള്ള പവറേ ഉള്ളൂ. പിന്നെ ആക്ച്വൽ പവർ ആർക്കായിരിക്കും? പ്രൈം മിനിസ്റ്ററിനായിരിക്കും. ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്റിനായിരിക്കും അവിടെ തീരുമാനം എടുക്കാനുള്ള കഴിവുള്ളത്. പ്രൈം മിനിസ്റ്റർ ഈസ് ദ ഹെഡ് ഓഫ് ദ പാർട്ടി ദാറ്റ് ഹാസ് ദ മെജോറിറ്റി. അപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ന് വെച്ചാൽ ആരായിരിക്കും? ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ച പാർട്ടിയുടെ അംഗമായിരിക്കും പ്രൈം മിനിസ്റ്റർ. ഇവിടെ BJP ജയിച്ചു അല്ലെങ്കിൽ NDA ജയിച്ചുകൊണ്ട് അങ്ങനെ. ഇനി അവരുടെ കീഴിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റീവ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പുതിയ നിയമം ഉണ്ടാക്കുന്നു. അവർ നിയമം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവയ്ക്കും, പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് വയ്ക്കും. അവിടെ അത് ചർച്ച ചെയ്യും. ആരൊക്കെ തമ്മിൽ? ഈ പറയുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ചർച്ച ചെയ്യും. അപ്പോൾ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി ചേർന്നത് ആരാണ്? ഗവൺമെൻറ്റിലെ ലെജിസ്ലേച്ചർ. എന്നാൽ മന്ത്രിസഭ എന്ന് പറയുന്നത് എന്താണ്? എക്സിക്യൂട്ടീവിൻ്റെ ഒരു ഭാഗമെന്ന് പറയാം. മന്ത്രിസഭ എന്ന് പറയുമ്പോൾ മന്ത്രിമാർ അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പുതിയ നിയമം ഉണ്ടാക്കുന്ന കാര്യം ചർച്ച ചെയ്യും. ആ ചർച്ചയിൽ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവുള്ളൂ, അല്ലാതെ തീരുമാനിക്കുന്നക്കാരെ മന്ത്രിമാരെ കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടാണ്. ഇപ്പോൾ GST വേണമെന്ന് പറഞ്ഞു, GST തീരുമാനിച്ചത് GST കൗൺസിൽ യോഗമാണ്, അല്ലാതെ അതിനകത്ത് പാർലമെൻറ്റിൽ വെച്ചിട്ടല്ലല്ലോ. അവർ അവിടുന്ന് തീരുമാനിച്ചിട്ട് എവിടെ കൊണ്ടുവന്ന് വയ്ക്കും? പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് മന്ത്രിസഭ ആർക്ക് റെസ്പോൺസിബിൾ? പാർലമെൻറ്റിൽ കൊണ്ടുവയ്ക്കണം. പാർലമെൻറ്റിൽ അവർക്ക് എതിർക്കാം, അവർക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം, ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും തമ്മിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ രീതിയാണ് പാർലമെൻ്ററി സിസ്റ്റം. കൺഫ്യൂഷൻ വന്ന് കാണുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. പാർലമെൻ്ററി സിസ്റ്റത്തിൽ പാർലമെൻറ്റ്, അതിനകത്ത് ലെജിസ്ലേച്ചറും ഉണ്ട്, എക്സിക്യൂട്ടീവും ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിനകത്തു നിന്ന് തന്നെ മന്ത്രിസഭയും ഉണ്ട്. അവിടെ നിന്ന് തന്നെയാണ് എന്തുള്ളത്? മന്ത്രിമാരും MLA ഒക്കെ ഇരിക്കും. അവർ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് തന്നെയാണ് മന്ത്രിസഭയുള്ളത്. അവർ തന്നെ എന്ത് ചെയ്യും? നിയമം ഉണ്ടാക്കും. പക്ഷേ അത് പാർലമെൻറ്റ് അവതരിപ്പിച്ചിട്ടേ പാസ്സാക്കാൻ പറ്റുള്ളൂ. ഇവിടെ കറക്റ്റ് ആക്ച്വൽ ശക്തി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററിനാണ്, ആർക്കല്ല? പ്രസിഡൻറ്റിനല്ല. ഓക്കെ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണെങ്കിൽ അത് വലിയ ശക്തിയൊന്നുമില്ല. ഓക്കെ, ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കിങ്ങോ ക്യൂനോ അല്ലെങ്കിൽ പ്രസിഡന്റോ ആയിരിക്കും, ശക്തിയൊന്നുമില്ല. പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് റൂളിംഗ് പാർട്ടിയുടെ ആളായിരിക്കും, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും കൂടി ചേർത്താണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. പക്ഷേ ലെജിസ്ലേച്ചറിന് അവിടെ റോളുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ബന്ധമുണ്ട്, പാർലമെൻ്ററി സിസ്റ്റം. എന്നാൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും കളി മാറും. ആക്ച്വൽ ഹെഡായിട്ടുള്ള ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചും ലെജിസ്ലേച്ചറും സെപ്പറേറ്റ് ആണ്. എന്ന് വെച്ചാൽ മന്ത്രിസഭ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ BJP കാരനാണ്. ഇവർ സപ്പോർട്ട് ചെയ്ത ആൾ തന്നെയായിരിക്കും പ്രസിഡന്റ് ആവുന്നത്. അമേരിക്കയിൽ അങ്ങനെ ആവണമെന്നൊന്നുമില്ല. അവരെ കോൺഗ്രസ്, അപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയും, അവർ കോൺഗ്രസ് എന്ന് പറയും. കോൺഗ്രസിൽ മെജോറിറ്റി ഉള്ള ആൾ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന അവിടെ കുറേ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റേറ്റീവ് ഉള്ള ആളുടെ അതേ പാർട്ടിക്കാരൻ തന്നെ ആകണം പ്രസിഡന്റ് എന്നൊന്നും അമേരിക്കയിലില്ല. പ്രസിഡന്റിനെ സെപ്പറേറ്റ് ആയിട്ട് എലക്ട് ചെയ്യും. ഓക്കെ, പ്രസിഡന്റ് സർവ് ബോത്ത് ആസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ രണ്ടിൻ്റെ ഹെഡ് ആര് തന്നെയായിരിക്കും? പ്രസിഡന്റ് തന്നെയായിരിക്കും. ഓൾ ദി എക്സിക്യൂട്ടീവ് പവേഴ്സ് ആർ വെസ്റ്റഡ് ഇൻ ദ പ്രസിഡന്റ്. മറ്റിടത്താണെങ്കിലോ പ്രൈം മിനിസ്റ്ററിനാണ് എല്ലാ പവറും ഉള്ളത്. പ്രസിഡന്റ് ഈസ് ഡയറക്ട്ലി ഇലക്ടഡ് ബൈ ദ പീപ്പിൾ. കണ്ടോ, ജനങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് എലക്ട് ചെയ്യുന്നത്. പ്രസിഡന്റ് ഈസ് നോട്ട് അക്കൗണ്ടബിൾ ടു ദ ലെജിസ്ലേച്ചർ. കണ്ടോ, അവർ തീരുമാനം എടുത്തതാ അത് ഈ പറഞ്ഞ് കോൺഗ്രസിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഒരുമിച്ച് നിന്നാൽ അത് പാർലമെൻ്ററി, എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും സെപ്പറേറ്റ് ആണെങ്കിൽ അത് പ്രസിഡൻഷ്യൽ. എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും ഹെഡ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ അത് പാർലമെൻ്ററി, അത് പ്രസിഡന്റ് ആണെങ്കിൽ അത് പ്രസിഡൻഷ്യൽ സിസ്റ്റം. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി വരുന്നത് ബേസിക് ഫാക്ടേഴ്സ് ഓഫ് ഡെമോക്രസിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, അല്ലേ? കുറേ സമയമായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.